കാര്യങ്ങളൊക്കെ കുറെ കോമൺ ആയിട്ട് കംപ്ലൈൻസ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ സെൻ എന്നല്ല കൊണ്ട് എടുക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന് ഓടിച്ചു പഠിക്കാനാണെങ്കിൽ ഓക്കെ എന്നല്ലേ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒരു യൂസർ റിവ്യൂ ആയിട്ട് വന്നേക്കണേ. അപ്പൊ നിങ്ങൾക്ക് കണ്ടെത്താൻ മനസ്സിലായിട്ടോ നമ്മൾ ഏത് വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് എടുക്കാൻ പോകണേന്ന് കണ്ടാൽ മനസ്സിലായിട്ടോ. അപ്പൊ നമ്മള് മാരുതി സെൻ കാർബറേറ്റർ ടൈപ്പ് വരുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു യൂസർ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നേക്കണത്. ഒരു 98 മോഡൽ വണ്ടിയും കൂടിയാണത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഇതിന്റെ ചോദിച്ച് മനസ്സിലാകാനുണ്ട്. ഒരു കാർബറേറ്റർ കാർ എങ്ങനെയൊക്കെ നമുക്ക് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാം എന്നൊക്കെ. കാരണം ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു സംഭവമാണ് ഈ കാർബറേറ്റർ കാർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്സിങ്ങും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യണതൊക്കെ. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. എന്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. അപ്പോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ചേട്ടാ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ കിടക്കാം. അപ്പോ ഒരുപാട് നാളായി നമ്മളിങ്ങനെ ഒരു സെന്റിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണു. അപ്പൊ കുറെ ഇതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റാറില്ല. അപ്പൊ എന്നോടും പിന്നെ വേറെ ഫ്രണ്ടോടും ഉണ്ട്. അപ്പൊ അവനോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കണം സെന്റിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തിരക്ക് മുഖേന എല്ലാവർക്കും രണ്ടാൾക്കും തിരക്കും ഇതൊക്കെ കാരണം ഒരു ടൈം സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോയി എടുക്കാനായിട്ടൊക്കെ. അപ്പൊ ഇപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ടൈം നമുക്ക് വന്നത് ഇപ്പൊ എടുക്കാനായിട്ട്. അപ്പോ എന്റെ ഫ്രണ്ടും കൂടിയാണ്, എന്റെ വീടിന്റെ അടുത്തുള്ള ഫ്രണ്ടും കൂടിയാണ്. അപ്പോ ഇവരോട് ഞാൻ പറയാറുണ്ട് എടുക്കണമൊക്കെ. അപ്പൊ ഇപ്പോ കറക്റ്റ് ടൈമായി. അപ്പൊ നേരെ ജസ്റ്റ് ഇവന് സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവൻ എന്താ ചെയ്യണ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഹായ്, എൻ്റെ പേര് മിലൻ. ഞാൻ DRD തലൂര് മാരുതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിരണ എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം. കാരണം കിരണ എല്ലാവർക്കും പണ്ടോട്ട് കളിച്ചു വളർന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇവൻ കുറെ നാളെ എന്നോട് പറഞ്ഞു വണ്ടിയുടെ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് മുടക്കായതൊന്നും നമുക്ക് സ്വാഭാവികമായ ഒരു ഇത് കിട്ടിയത് കൊണ്ട് മാത്രം ഇന്ന് ചെയ്യുന്നു. ഇനി ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇത്രയൊക്കെ ഉള്ളവനെ വിളിച്ചിട്ട് അപ്പോ ഇങ്ങനെ പറയാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇങ്ങനെ കുറെ ആൾക്കാർ വീഡിയോ എടുക്കാൻ വരുമ്പോ ഒക്കെ പറയാറുണ്ട് പറയാനുള്ള ഒരു മടിയും കാരണങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്നോട് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമ്മളതൊക്കെ സെറ്റാക്കി എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു സംഭവം ഉണ്ട് അവന്. അതൊന്നും സീനില്ല, നമ്മള് സെറ്റാക്കി എടുക്കും. അപ്പോ ഇന്നൊരു മുടക്ക് ദിവസം കൂടി ആയാലാണ് നമുക്ക് എല്ലാം സെറ്റായതും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട്. ഒരുപാട് ഇങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ വലിച്ചു നീട്ടണില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോ ഇതൊരു സെൻ കാർബറേറ്റർ ടൈപ്പ് വണ്ടിയാണ് നമ്മുടെ സെന്റ്. അപ്പൊ ഒരുപാട് ആൾക്കാർ കാർബറേറ്റർ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പറയാറ് കുറെ കോമൺ കംപ്ലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബറേറ്റർ ആയ കാരണം ഒരുപാട് മിസ്സിങ് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. കൂടുതൽ മിസ്സിംഗ് ആണ് എല്ലാവരും പറയാറുള്ളത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നുണ്ടെന്നൊക്കെ. കാരണം ഞാനും ഒരു ടൈമിൽ 800 കാർബറേറ്റർ യൂസ് ചെയ്തിരുന്ന ഒരാളായിരുന്നു കുറച്ചു കൊല്ലം മുമ്പ് വരെ. അപ്പൊ എനിക്കാണെങ്കിലും അതിൽ ഒരുപാട് സെന്റിന്റെ അതായത് നമ്മുടെ കാർബറേറ്റർ ടൈപ്പിന് കുറെ കംപ്ലൈൻസ് വരാറുണ്ട്. ഏറ്റവും കൂടുതൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാനും കുറെ പണിയെടുത്തിട്ട് ഇഷ്ടം പോലെ. അപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഇതിലെ ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് ഈ കാർബറേറ്റർ ടൈപ്പ് ആയ കാരണം ഒരുപാട് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ കുറെ കോമൺ ആയിട്ട് കംപ്ലൈൻസ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ സെൻ എന്നല്ല കാർബറേറ്റർ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ പഴയ 800 അതുപോലെ അങ്ങനത്തെ ഒരു ടൈപ്പിനൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. ഞാനും അപ്പനും കൂടി വടക്കാഞ്ചേരിക്ക് പോകുന്ന സമയത്ത് ഒരു വട്ടം പണി കിട്ടിയില്ല. അവിടെ പോകുമ്പോഴല്ല, റണ്ണിങ്ങിലല്ല, തിരിച്ച് വരുന്ന ടൈമില് വണ്ടി നൈസായിട്ട് ഓണാവുന്നില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എടുത്ത് പോന്നു. പിന്നെ വരുന്ന വഴിക്ക് വേറെ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാ നമ്മുടെ റൈറ്റ് സൈഡ് ടയറിന്റെ അവിടെ ലോവർ ആമിന്റെ അവിടെ നിന്ന് ഒരു അടി വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അപ്പനോട് പറഞ്ഞായിരുന്നു എന്തോ സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഞങ്ങളത് ഒന്ന് വന്നു. എന്നിട്ട് നേരെ ഇവിടുന്ന് വർഷാപ്പിൽ നോക്കിയപ്പോ സംഭവം ബയറിങ് അതിന് നട്ട് നൈസായിട്ട് ലൂസായി എടുക്കുന്നു. ഇങ്ങനെ വീഴാറായി എടുക്കുന്നു. അത് മാത്രം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് അന്ന് ഊരി പോയിരുന്നില്ല, അല്ലാണ്ട് വേറെ പ്രശ്നം വന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ അങ്ങനെ അധികം വിൽക്കാന്നില്ല. അപ്പനും ഇങ്ങനെ പോകുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും 2-3 പണി കിട്ടിയിട്ടുണ്ട്. നിങ്ങളിപ്പോ മീൻസ് ഇപ്പൊ ഇങ്ങനെ ലോങ് കൊണ്ടുപോകാറുണ്ടല്ലോ. പിന്നെ അപ്പം പോറുന്നു ഡെയിലി നല്ല ഓട്ടമുള്ള വണ്ടിയാണ്. ഡെയിലി പോറുന്നില്ല, അങ്ങനെ പോറുന്നില്ല. യൂസ് ചെയ്യുന്ന വണ്ടിയാണ്? ഇല്ല, ഡെയിലി യൂസ് ഒന്നുമില്ല. എന്ന് വെച്ചപ്പോ ലൈക്ക് വീക്കിലി ചിലപ്പോ ഞായറാഴ്ച പോവും, ചിലപ്പോ ശനിയാഴ്ച അങ്ങനെയൊക്കെ പോവാറുള്ളൂ. വീക്കെൻഡ്സിലൊക്കെ എവിടേക്കും കാണിക്കുക. പിന്നെ അപ്പൻ എടുക്കാറുണ്ട്. അപ്പനിപ്പോ വർക്കിന്റെ ഇതായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകാനായിട്ട് അങ്ങനെ ഒരു ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ബാക്കില് ഡിക്കി സാധനങ്ങളൊക്കെ വെച്ച് അങ്ങനെ കൊണ്ടുപോകുന്നില്ല, ലോഡായിട്ട് അങ്ങനെ. അല്ലാണ്ട് വണ്ടി ഇപ്പൊ നമ്മള് നിങ്ങളിപ്പോ എടുത്തിട്ട് ലോങ് എങ്ങനെയോ ലോങ് പോയെന്ന് വെച്ചാണെങ്കിൽ
ഇപ്പൊ ഈ പറഞ്ഞ പോലെ വടക്കാഞ്ചേരി പോയിണ്ട്, പിന്നെ അതിരപ്പള്ളി പോയിണ്ട്. നമ്മുടെ നമ്മളെ ചുറ്റുപാട് അങ്ങനെ പോയിട്ടുള്ളൂ. വല്ലാണ്ട് ലോങ് ഒന്നും പോയിട്ടൊന്നുമില്ല. അല്ലാണ്ട് ലോങ് പോകാനായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ചിലപ്പോ പണി കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ട്. അല്ല വേറെ എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ട്. സംഭവം ഒരു സൗണ്ട് കേൾക്കും നമ്മൾ വണ്ടി ഓടിക്കണ, ഒരു എന്താ പറയാ സ്പീക്കിംഗ് സൗണ്ട് ഉണ്ട് എഞ്ചിനുള്ളിൽ നിന്ന് വരുന്നത് തോന്നുന്നുണ്ട്. അത് എന്തോ ബെയറിംഗ് പോയ പോലത്തെ ഒരു സൗണ്ട് ഇങ്ങനെ നമ്മള് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ടൈമില് എന്തോ സൗണ്ട് കേൾക്കുന്നു. പിന്നെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ലോങ്ങ് പോവാൻ ചെറിയ പേടിയുണ്ട്. വണ്ടി ഇപ്പൊ എടുത്തിട്ട് ഇപ്പൊ എത്ര പോലെ ഉണ്ടോ? ഇപ്പൊ 2022 എടുത്ത. അത് കഴിഞ്ഞ് 2023 ടെസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇതുവരെ ഉപയോഗിച്ചു. ടെസ്റ്റിനൊക്കെ എത്ര അതിന്റെ ചെലവ് മീൻസ് എത്ര കാശ് ഒന്നും വല്ല ഐഡിയ ഉണ്ടോ? അതോ അപ്പനാണ് ചെയ്തത്? അപ്പന് ഫ്രണ്ട് ആയിട്ട് ചെയ്തത്. അത് ഐഡിയ ഇല്ല. ഇപ്പോ സെന്ന് പോകാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ മീൻസ് ഇപ്പൊ യൂത്ത് ആണെങ്കിലും നമ്മുടെ ചെറുപ്പം വിരുദ്ധ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് സെൻ എന്ന് പറഞ്ഞത്. അതിപ്പോ MP5 ആണെങ്കിലും ശരി, കാർബറ്റ് ആണെങ്കിലും ശരി, എല്ലാവർക്കും സെൻ എന്ന് പറഞ്ഞ ഒരു എന്തായാലും ഒരു പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലാണ് എല്ലാവർക്കും. അപ്പോ നിനക്കും അതുപോലെ തന്നെയാണോ, അതോ സെന്നിനോട്? എല്ലാവരും ഇപ്പൊ നമ്മുടെ പിള്ളേര് ടീമും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഇപ്പൊ ഈവൻ എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ് സെൻ എന്ന് പറയുന്നത്. അപ്പോ അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം കാര്യങ്ങളൊക്കെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് സെന്നില് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കംപ്ലൈന്റും അല്ലെങ്കിൽ ഒരു എപ്പോഴും കണ്ടോണ്ടിരിക്കുന്ന സംഭവമാണ് റസ്റ്റും കാര്യങ്ങളൊക്കെ. ഇതില് റസ്റ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നീ കണ്ടുണ്ടോ? റസ്റ്റ് കാര്യങ്ങൾ എടുത്ത ടൈമിലുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ അന്ന് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചത് പറഞ്ഞില്ലേ, 2023 ടെസ്റ്റിന്റെ ടൈമില് ഇതെല്ലാം സെറ്റ് ആക്കിയിട്ടാണ് ആക്കി മാറ്റി കൊടുത്തത്. ഇപ്പൊ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടൊക്കെ 2-3 വർഷമായില്ലേ. അതാണ് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നീ വണ്ടി ഓടിച്ച് പറഞ്ഞു ലൈസൻസ് ഇതിപ്പോ ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് എന്റെ അപ്പന് LMB ഉണ്ടായിരുന്നില്ല ലൈസൻസ്. എന്റെ അപ്പനും ഞാനും ഇതിലാണ് ഓടിച്ചു പഠിച്ചത്. അപ്പന് ഫസ്റ്റ് ഓടിച്ചു പഠിക്കാനായിട്ട് നല്ലൊരു കാറായിരുന്നു എനിക്കും. പിന്നെ എന്താ പറയാ, ഇപ്പോ ഇത് റഫ്യൂസ് പോലെയാണ് അപ്പൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ജോലി കാര്യത്തിനൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ കുറെ തട്ടിലും മുട്ടിലൊക്കെ വണ്ടിക്ക് ഉണ്ട്. അപ്പന്റെ കലാവിരുദ്ധന്ന് ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് അപ്പനെ ഒട്ടിക്കാൻ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ അല്ല ഇനി ഇതിപ്പോ നിലവിൽ വണ്ടി കൊടുക്കാനാ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനാണോ പ്ലാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോ കുറച്ചാൾ കൂടി യൂസ് ചെയ്തിട്ട് വേറെ കാറ് വാങ്ങണമെന്ന് ഇപ്പൊ ഒരു പ്ലാൻ ഉണ്ട്. പുതിയതായിട്ട് അല്ലെ, സെക്കൻഡ് ഹാൻഡ്സ് തന്നെ, പക്ഷെ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും നിലവിൽ കണ്ടുവെച്ചിട്ടുണ്ടോ? ഏതാ എടുക്കാൻ പോണ പ്ലാൻ? എന്തെങ്കിലും ഇഗ്നിസ് നോക്കിണ്ടായിരുന്നു. പിന്നെ നമ്മള് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ള പറയേണ്ടതിനെ വിളിച്ചിട്ട് അറിയാം. അപ്പോ ഇന്ത്യയിലെ കാര്യം എന്തെങ്കിലും നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്താ പറയാ, മേടിക്കുമ്പോഴുള്ള ടെസ്റ്റിന്റെ സമയത്ത് വണ്ടി ഫുൾ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നിലവിൽ ഇപ്പൊ മെക്കാനിക് മീൻസ് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ നീ നേരത്തെ പറഞ്ഞ സൗണ്ടും കാര്യങ്ങളും അതും കൂടി അത് മാത്രമല്ല ഞാൻ സെറ്റ് ചെയ്യുന്ന വണ്ടി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിലവിൽ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റീരിയോ അത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കും കിട്ടുന്ന സമയത്തുള്ള സ്റ്റീരിയോ ആവൂലെ? വണ്ടി എടുത്ത ടൈമിലുള്ള സ്റ്റീരിയോ തന്നെയാണ്. സ്പീക്കേഴ്സ് മാറ്റിണ്ടായിരുന്നു. സ്പീക്കേഴ്സ് കംപ്ലൈന്റ് ആയിരുന്നു എല്ലാതും. അപ്പൊ അതെല്ലാതും അപ്പൻ തന്നെ മാറ്റിണ്ടായിരുന്നു. അപ്പോ മറ്റേ ഇന്ത്യയുടെ കേസിലേക്ക് നമുക്ക് കുറച്ച് അടുത്തൊരു ഇതിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഉള്ളിൽ വന്നിട്ട് ഇന്ത്യയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇതിപ്പോ അടുത്തൊരാൾ ഇപ്പൊ നമുക്ക് കുറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ ഇടയിൽ അവരൊക്കെ നിങ്ങള് മീൻസ് സെൻ എടുക്കാന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവരോടൊക്കെ എന്താ എനിക്ക് ഒരു പറഞ്ഞു കൊടുക്കാനുള്ളത്? സെൻ യൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു കാർബറ്റർ വണ്ടി കൊണ്ടു നടക്കാന്ന് പറയുമ്പോ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കറിയാലോ. അവരോടൊക്കെ എന്താ സെന്നിലേക്ക് പോകുമ്പോ പറയാനുള്ളത്? ഇപ്പൊ ഇത്രയും ബെറ്റർ ആയിട്ടുള്ള വണ്ടികളുള്ളപ്പോ ഞാൻ സെൻ എടുക്കാനായിട്ട് പറയുന്നില്ല. പക്ഷെ ചിലവർക്ക് നൊസ്റ്റാൾജിയ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലവർ ഇന്ത്യസ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ പണി തീർക്കുക, അങ്ങനെ കൊറേ കാശ് ചെലവാക്കാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് എടുക്കാണ്ടിരിക്കാനല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഓടിച്ചു പഠിക്കുക അങ്ങനെ അങ്ങനെയൊക്കെ കിട്ടില്ല. കൊറേ പേര് ഇതിന്റെ പ്രാന്ത് ആയിട്ടാണ് കുറെ എടുത്തു കൂട്ടണം പണിയണതൊക്കെ.
ഒരു കാറ് നല്ലൊരു കാറ് മേടിക്കാൻ പൈസ തന്നെ ഇതില് അവര് പൊട്ടിച്ച് തീർക്കുന്നുണ്ടാവും ഓൾറെഡി എല്ലാവരും. അതുണ്ടാവും, പക്ഷെ അതെന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഇതല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഓരോ ഹോബി കാര്യങ്ങളാണ്. അതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരോട് നീ ഇതാ പറയുള്ളൂ, നോക്കി കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ വേണ്ടാന്ന്. ഓടിച്ചു പഠിക്കാനാണെങ്കിൽ ഓക്കെ എന്നല്ലേ. ലോങ് ടൈം ഒരു ഫാമിലി യൂസിന് എങ്ങനെയുണ്ട് വണ്ടി മൊത്തത്തില്? കാരണം ഫാമിലി യൂസിന് പറയുകയാണെങ്കിൽ ഇതിപ്പോ ഞങ്ങളെല്ലാവർക്കും കൂടി പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്റെ രണ്ടനിയനും അനിയത്തിയും അമ്മ അപ്പനും ഒരുമിച്ച് പോകാൻ പറ്റൊന്നുമില്ല. ഭയങ്കര ഭയങ്കര ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞങ്ങളെല്ലാവരും വലുതായി. അപ്പൊ ഞങ്ങളങ്ങനെ അധികം പോകുന്നില്ല. ചിലപ്പോ ഞാൻ ചിലപ്പോ അത് പരിപാടിയാണെങ്കിൽ അവരെല്ലാരും പോകാറുണ്ട്. അങ്ങനെ ഭയങ്കര സ്പെഷ്യൽ അതുപോലെയാണ്. ഫാമിലി സീനാണ്. 4 പേരാണെങ്കിൽ കുഴപ്പമില്ല. ആൾക്കാരുള്ള കാരണം വണ്ടി ഭയങ്കര ചെറുതും കുട്ടി വണ്ടിയാണല്ലോ, അപ്പൊ അതിന്റേതായ കുറെ പ്രശ്നമാണ്. മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെ എത്ര കിട്ടാറുണ്ട്? 12 റേഞ്ചില് മൈലേജ് ഒക്കെ പിന്നെ ആരും നോക്കണല്ലേ. കാർബറ്റ് വണ്ടി ആയാലും നമുക്കൊരു എത്ര കിട്ടുന്നൊക്കെ ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവും. ഞങ്ങൾ യൂസും അങ്ങനെ ഡെയിലി കൊണ്ടുപോവാ ഒരു ഇതാണല്ലോ. അത് തന്നെ നോക്കൂല. പിന്നെന്തെങ്കിലും മീൻസ് എന്തെങ്കിലും ഒരു നമ്മളെല്ലാവരും ചോദിക്കുന്ന പോലെ എന്തെങ്കിലും വല്ല പണി കിട്ടല, അല്ലെങ്കിൽ വല്ല ബ്രേക്ക് ഡൗൺ ആവേ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ? ബ്രേക്ക് ഡൗൺ ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. അതൊരു ഭാഗ്യം. എവിടെയാലും പൊക്കോളുന്നല്ലേ? ഇതുവരെ എല്ലാം സേഫ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരു വട്ടം പുക വരണ കണ്ടു, അപ്പൊ ഞാൻ പേടിച്ചു. ഞാൻ പറയാം, കഴിഞ്ഞ മാസം ഈ വയ്യാണ്ടായിട്ട് അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ ആ ടൈമില് നല്ല മഴയായിരുന്നു. അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടായി മണ്ണത്തിൽ വെച്ചിട്ട് ആ ക്രോസ് ചെയ്യുന്ന ടൈമില് പെട്ടെന്ന് ഇതിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നു. നോക്കിയപ്പോ നൈസ് റേഡിയേറ്ററിന്റെ ഹോസ് പൊട്ടിണ്ട്. എന്നിട്ട് അപ്പൊ തന്നെ ജസ്റ്റ് വണ്ടി അവിടെ നിർത്തിയിട്ട് ചൂടാറി. അപ്പൊ ഓൾറെഡി വണ്ടിയിൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പണി സാധനങ്ങൾ. അപ്പൊ അത് വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തു. പുതിയ ഹോസ് വാങ്ങണം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഇതുവരെ മേടിച്ചിട്ടൊന്നുമില്ലേ, മാറ്റണത് മാറ്റിക്കോ, അല്ലെങ്കിൽ ഇരട്ടിപ്പണിയാവും. ഇതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് ഒരാൾക്ക് സാധാരണ ഒരാൾക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ സർവീസിന്റെ കാര്യങ്ങളൊക്കെ ഞാനിത് പറഞ്ഞ ആവശ്യമില്ല. റേഡിയേറ്റർ മാറ്റിണ്ടായിരുന്നു. അത് പറയാൻ വന്നത് അത് ഇതിന് ശേഷമാണ്. ഇതോ ആ പ്രശ്നം വന്നപ്പോ? അതിന് ശേഷമല്ല, അതിന് മുന്നേ, അതിന് തൊട്ട് മുന്നാണ് മാറ്റിയാണ്. ഒരു 6 മാസം മുന്നേ അങ്ങനെ മാറ്റിയിട്ടുണ്ട് റേഡിയേറ്റർ. അത് ഇവിടെ നടത്തറ പോയിട്ട് ചേട്ടനുണ്ട് ഇവിടെ റേഡിയേറ്റർ സെറ്റ് ആണ്. ആള് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യുക. ഇതിന്റെ റേഡിയേറ്ററിനൊക്കെ എത്ര വന്നു ഓർമ്മയില്ല. അല്ല ചോദിച്ചാണ് ജസ്റ്റ് എത്ര വരുന്നത്. ഇതിന്റെ ഇപ്പോ സർവീസ് ചെയ്യണ കാര്യങ്ങളും അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എനിക്ക് എങ്ങനെ തോന്നുന്നു? അതായത് കുഴപ്പമില്ല, മീൻസ് അത്ര വലിയ പൈസ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മുടെ ഭാരതിയുടെ ഈ ഒരു വണ്ടി സർവീസും അതിന്റെ സ്പെയറും കാര്യങ്ങളൊക്കെ ഇത്ര ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന സംഭവമാണ്. എന്നാലും അങ്ങനെ പഴയതാണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. അല്ല പുതിയതാണെങ്കിലും ഇപ്പൊ ഇത്ര റേറ്റ് വരണുള്ളൂ, കുറവാണ് സത്യം പറയുകയാണെങ്കിൽ. ഇടയ്ക്ക് ഒരു ഓഫറൊക്കെ വരും മാരുതി തന്നെ. ഈ മന്തിന്റെ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ലാസ്റ്റ് ടൈമിൽ ഒരു ഓഫറൊക്കെ ഇടും. 2500 രൂപയ്ക്കൊക്കെ സർവീസ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഇല്ലില്ല, അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല. അവിടെ കൊണ്ടുപോയ കുറച്ചുകൂടി പൈസ ചെലവാന്ന് വെച്ചിട്ട് ഫ്രണ്ട് ഉണ്ട്, അത് അപ്പന്റെ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആളാണ് എല്ലാം നോക്കാറ്. പുള്ളിക്കാരൻ വലിയ പൈസ ഒന്നും വാങ്ങുന്നില്ല, അറിയണ ആയോണ്ട്. പിന്നെ എന്താ പറയാ, ഈ മാരുതിയുടെ സംഭവം 2500 രൂപയുടെ സർവീസ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര കുറവാ. ഈ വണ്ടി നമ്മുടെ ബൈക്ക് സർവീസ് ചെയ്യുന്ന പൈസയൊക്കെ അത് ലാസ്റ്റ് ടൈമിൽ. പണ്ടത്തെ വണ്ടികളൊക്കെ ഇപ്പോഴും വരുന്നുണ്ടല്ലോ, 800ഉം അങ്ങനത്തെ വണ്ടികളൊക്കെ. പിന്നെ ജിപ്സി ഒന്നുണ്ടായിരുന്നു ഒരു ടൈമില്, പാർട്സിലാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വേണ്ടി. പാർട്സ് ഒന്നും കിട്ടൂല. അതുപോലെ ഈ 800ഉം വന്നിട്ടുണ്ടായിരുന്നു. ഈ പാർട്സ് കിട്ടാൻ എളുപ്പമല്ലടാ, അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ നിർത്തി. അതിന്റെ കിട്ടണെന്ന് വെച്ചാൽ ഭയങ്കര തപ്പി നടക്കണം നമ്മള്. ഇപ്പൊ എന്താ വെച്ചാ ഈ നമ്മുടെ കേരളത്തിലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. ഈ പോപ്പുലറും അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് സാധനം കിട്ടില്ല. എന്തായാലും നമ്മുടെ ഇവിടെ ഉണ്ടാവില്ല, പ്രൊഡക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവില്ല. ബോണറ്റും ബമ്പറും ബോഡി പാർട്സ് അതെന്താ വെച്ചാല് അതന്ന് ഓണത്തിന്റെ അന്നൊരു പണി കിട്ടിയതാ. ചേട്ടന്മാരല്ല, എന്റെ പറയുള്ളത് തന്നെയാ. അവൻ നൈസായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ
എന്നിട്ട് വണ്ടി എടുത്തു, നേരെ ചെന്ന് ഒറ്റയിട്ട് ഇടിച്ചു പോസ്റ്റിന് അവിടെ തന്നെ. അപ്പൊ സംഭവം നൈസായിട്ട് ബോണറ്റ് ഇളങ്ങി, ബമ്പർ പൊട്ടി. അപ്പൊ മാറ്റാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റില്ല. ബോണറ്റ് ഇതുപോലത്തെ അല്ലല്ലോ, മറ്റേ ഇപ്പൊ പറഞ്ഞ പോലെ അല്ലല്ലോ, ഈ ഹീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാനൊന്നും പറ്റുന്നില്ല. ഇളങ്ങി ഭയങ്കര ഹാർഡ് ബോഡിയാണ്. അപ്പൊ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സാധനം കിട്ടാണ്ടായിട്ട് ഭയങ്കര പ്രയാസ. ഇവിടെ നിന്നും കിട്ടൂല, കോയമ്പത്തൂരും കിട്ടില്ല. ഈ അല്ലാണ്ടുള്ള മാർക്കറ്റ് പോയാൽ കിട്ടും. പട്ടാളം അങ്ങനത്തെ മാർക്കറ്റ്, അതായത് തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന മാർക്കറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അല്ലാണ്ട് ഒറിജിനൽ സാധനം കിട്ടാൻ എളുപ്പമൊന്നുമല്ല. അത് കമ്പനി സാധനം കിട്ടില്ല, എളുപ്പമല്ല. പഴയ വണ്ടിക്ക് ബോഡി പാർട്സ് അല്ലാണ്ട് മെക്കാനിക്കൽ പാർട്സ് വരുമ്പോ വലിയ പ്രശ്നമില്ല കിട്ടാൻ. മെക്കാനിക്കൽ പാർട്സും ഈ ബോഡി പാർട്സ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര റയറാണ്. പക്ഷെ മെക്കാനിക്കൽ പാർട്സും കുഴപ്പമില്ലാണ്ട് കിട്ടും. കിട്ടിയ ജിമ്മിയുടെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബോഡി വർക്കിൽ വർക്ക് ചെയ്യണം. അപ്പൊ ബോഡി ഷോപ്പിന്റെ ഇതിൽ വർക്ക് ചെയ്യണം. അല്ലല്ല, ഞാൻ മാനേജ്മെന്റ് ട്രെയിനിങ് പോസ്റ്റിലാണ്. അപ്പൊ നമുക്കിങ്ങനെ വരുന്നതൊക്കെ കാണാറുണ്ട് സാധനങ്ങളൊക്കെ. ഇപ്പോഴത്തെ വണ്ടികളെ പോലെ പാർട്സുകളൊന്നും കിട്ടുന്നില്ല. പുതിയ കുറച്ച് എന്തായാലും പഴയ വണ്ടി ആയിരുന്നപ്പോ എന്തെങ്കിലുമൊക്കെ എത്ര വണ്ടി എല്ലാ പാർട്സ് കിട്ടും എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനം ചിലപ്പോൾ കിട്ടാൻ ഒരു ഡിലേ വരാറുണ്ട്. പിന്നെ അത് പഴയ വണ്ടിയാണ്, അത് അതിന്റേതായത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു മൈൻഡ് വെച്ചിട്ട് കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത ബോഡി പാർട്സിനാണ് കൂടുതലും സമയം വരുന്നത്, അതോ മെക്കാനിക്കൽ പാർട്സിനാണ് കൂടുതൽ സമയം വരുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഡിപ്പെൻസ്, അത് മാറും, അത് ഡിപ്പെൻഡ് ആവും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇൻവിക്ടോയ്ക്ക് വരെ 2-3 മാസത്തോളം കിടന്നുണ്ട് ബോഡി പാർട്സ് കിട്ടാൻ. ബോഡി പാർട്സ് അല്ല, മെക്കാനിക്കൽ പാർട്സ് 2 മാസം കിടന്നുണ്ട്. അതെന്ന് വെച്ചാൽ അത് ഇൻവിക്ടോ നിനക്ക് അറിയുന്നല്ലോ. അപ്പൊ അന്ന് വണ്ടി വന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇടിച്ചിട്ട് വന്നു വണ്ടി. എന്നിട്ട് സംഭവം നമ്മള് ആദ്യം വർക്ക് ചെയ്ത് കഴിച്ച് കൊടുത്തു വണ്ടി. പക്ഷെ വണ്ടി ഇവിടുന്ന് ഒരു എന്താ പറയാ, നമ്മുടെ ഷൊർണൂർ പോണ വഴിയില്, ആ വഴി കയറി ഇവിടുന്ന് നമ്മുടെ തലൂരിന്ന് ഷൊർണൂർ അവിടെ എത്തിയപ്പോ കുറച്ചു പോയപ്പോ എഞ്ചിൻ ലൈറ്റ് ഓണായി. അപ്പോ കസ്റ്റമർ വിളിച്ചു, എന്താ സംഭവം ചോദിച്ചു. എന്നിട്ട് വണ്ടി അവിടുന്ന് നേരെ പുഴക്കില് ബിയാടി ഉണ്ട്. അപ്പൊ അവിടെ കയറ്റിയിട്ട് സംഭവം നോക്കിയപ്പോ എഞ്ചിൻ ലൈറ്റ് ഓണാണ്. നമുക്ക് എന്നിട്ട് വണ്ടി തിരിച്ച് വീടിന് ഇങ്ങോട്ട് കൊണ്ടു. എന്നിട്ട് അവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, ടെക്നിക്കൽ അഡ്വൈസേഴ്സ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാര് വന്ന് നോക്കിയിട്ട് ഒരു ഐഡിയ കിട്ടണല്ലേ, ഇതെന്ത് സംഭവം മനസ്സിലാവല്ലേ. അന്ന് നമ്മുടെ ലാപ്പൊക്കെ കുത്തി വെച്ച് നോക്കി. എന്നിട്ട് സംഭവം എന്താന്ന് മനസ്സിലായില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഫുൾ അയച്ചു, എല്ലായിടത്തും അയച്ചു. എന്നിട്ട് എന്താ സംഭവം എന്ന് പറയാൻ വേണ്ടി നോക്കിയപ്പോ ഒരു വയർ പൊട്ടിയെടുക്കണ്ടായിരുന്നു. ഏത് നമ്മുടെ ECM-ന്റെ. പിന്നെ ECM-ന്റെ അവിടെ നിന്ന് ചെറിയ ഇതൊരു ക്രാക്ക് ഉണ്ടായിരുന്നു. ചെറിയ ക്രാക്കുള്ളൂ, ഭയങ്കര ചെറിയ ECM-ന്റെ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു ക്രാക്ക്, അത് മൈന്യൂട്ടാണ്, കാണാൻ പോലും പറ്റില്ല. എന്നിട്ടാണ് വണ്ടി ഇതായത്. എന്നിട്ട് ആ ECM വരാൻ വേണ്ടിട്ട് കുറച്ച് ആള് ഏറ്റെടുത്തു. അത് സംഭവം എന്ന് വെച്ചാല് ഈ സംഭവം പാർട്സ് വരാനല്ല, ഇവർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്ത് അത് അങ്ങനെ ഒരു അതെ അവര് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടൊക്കെ നമുക്ക് അപ്രൂവൽ കിട്ടണം. എന്നിട്ട് അതിന് വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്തത്. സാധനം ഉണ്ടോ അവിടെ, ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽ ചെയ്ത് അവസാനമാണ് ഈ സംഭവം വന്നത്. പക്ഷെ ഇതിന്റെ ഇടയിൽ കസ്റ്റമർ കളകും. നമുക്കിത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല, അവർക്ക് വണ്ടി കിട്ടണം, അങ്ങനെ ഒരു ഇതുള്ളൂ. പുതിയ വണ്ടി കസ്റ്റമർ ആണെങ്കിൽ ഭയങ്കര സീനാണ്. ആളായിരുന്നു ആദ്യത്തെ ഇൻവിക്ട് എടുത്തത്. ഇവിടെ തൃശ്ശൂരില് ആദ്യത്തെ ഇൻവിക്ട് എടുത്തത്. ആൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. അതിന് അവരെ പറയാൻ പറ്റില്ല. അവർക്ക് ചിന്തിക്കുമ്പോ അവർക്ക് പെട്ടെന്ന് വണ്ടി കിട്ടണതാണ്. കാരണം ഇത്രയും കാശ് കൊടുത്ത് പിടിച്ചിട്ട് ഇത്ര ഡീൽ എന്നൊക്കെ പറയുമ്പോ ആർക്കാണെങ്കിലും അതെ അവർക്ക് അവരുടേതായ യൂസ് ഉണ്ടാവും. ആ യൂസിന് വണ്ടിയിലെങ്കിൽ പ്രശ്നമാണ്. എല്ലാവർക്കും ചൂടാവും. അങ്ങനെ നമ്മള് ചെറുതായിട്ട് ടോപ്പിക്ക് മാറിപ്പോയി. എന്നാലും കാര്യങ്ങളും വണ്ടി കുറിച്ച് കാരണം അല്ലെങ്കിൽ നമ്മുടെ മാരുതിയുടെ കാരനെ കുറിച്ച് പറഞ്ഞാണ് അവിടെ വർക്ക് ചെയ്യണോണ്ടങ്ങനെ. അപ്പോ നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ത്യയിലൂടെയും നമുക്കൊന്ന് കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് ഇന്ത്യയിലും കാര്യങ്ങൾ കാണിക്കാനൊക്കെ ആയിട്ട് എടുത്താട്ടോ. അപ്പൊ ചെറിയ ഡ്രൈവ് കുറവാണെന്നില്ല, ചെറുത്.
അപ്പൊ ഇന്ത്യയിൽ എത്രമാത്രം ചെയ്തിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. മേടിക്കുമ്പോ കിട്ടുന്ന രീതിയിലല്ലേ ഉള്ളൂ. എന്താ സീറ്റ് കവർ ആണെങ്കിലും ഇതൊക്കെ ആ ടൈമിലുണ്ടായിരുന്ന മേടിക്കുമ്പോഴുള്ള സംഭവം തന്നെയാണ്. പിന്നെ പറയുന്നത് സ്റ്റീരിയോ കംപ്ലൈന്റ് ആയിരുന്നു. സ്റ്റീരിയോ അത് കംപ്ലൈന്റ് ആയി, പൊട്ടി. എന്നിട്ട് പുതിയതൊന്നും മേടിച്ചൊന്നുമില്ല. അപ്പോ ഇതാണ് സംഭവം. ഇപ്പോ എനിക്കാണെങ്കിൽ ഭയങ്കര, ഞാനും ഒരു കാർബറേറ്റർ വണ്ടി യൂസ് ചെയ്യുന്ന ടൈമുണ്ട്. സെന്നല്ല, ഞാൻ യൂസ് ചെയ്യുന്ന 800 യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി മിസ്സിങ്ങും. കാരണം വണ്ടി എടുക്കൽ ഭയങ്കര കുറവാ. അപ്പോ ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കാം. അപ്പൊ ഈ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറെ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ലാവുണ്ടല്ലോ അങ്ങനത്തെ കാർബറേറ്റർ കംപ്ലൈന്റ് ആയിട്ട്. കാർബറേറ്റർ കംപ്ലൈന്റ് മിസ്സിങ് കിട്ടിയിട്ടുണ്ട്. അത് തൃശ്ശൂര് പോണ ടൈമില് അന്ന് ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ബ്ലോക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വണ്ടി അവിടെ തന്നെ കിട്ടും, ഇങ്ങനെ ഓണാൻ വേണ്ടി. എന്നിട്ട് കൊറേ നേരം കീട് ആക്കി എന്നിട്ട് പതുക്കെ ഓണായി. എന്നിട്ട് തിരിച്ചു വന്നു. അങ്ങനെ അല്ലാണ്ട് കാർബറേറ്ററിനായിട്ട് അങ്ങനെ പണിയൊന്നും വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. എല്ലാവർക്കും കിട്ടാറില്ല, എന്നാലും ചെറിയ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതൽ കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടെന്നൊക്കെ. പക്ഷെ കാർബറേറ്റർ വണ്ടി നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് എന്റെ അതിന് കുറച്ച് കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. മേ ബി അതാവാം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിച്ചേ കാർബറേറ്റർ എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരാറുണ്ട്. കാരണം ഇപ്പൊ ഈ കാർബറേറ്റർ മാരുതി 800 അങ്ങനത്തെ കാർബറേറ്റർ വണ്ടിയൊക്കെ എല്ലാരും കാർബറേറ്റർ എന്ന് പറയുമ്പോ എല്ലാരും പറയേണ്ട കംപ്ലൈന്റ് ഇതാണ്, എന്തെങ്കിലും ഉണ്ടാവോ. അങ്ങനെ ഓടിച്ച് ഈ ഡ്രൈവിംഗ് കംഫർട്ട് ഓടിച്ചിട്ട് ഡ്രൈവിംഗ് കംഫർട്ട് കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല. നീ എന്താ 800 മാറ്റി? ഞാൻ യൂസ് ചെയ്ത് കുറഞ്ഞു. അതാണ് സംഭവം. ഞാൻ 800 എടുക്കുന്ന സമയത്ത് എനിക്ക് സെന്നും കൂടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ സെന്നും കൂടി എടുക്കാ മീൻസ് എന്താ പറയാ, ആ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ സെന്നും കൂടെ നോക്കിണ്ടായിരുന്നു എടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് വേണ്ടാന്ന് വെച്ചു, എടുത്തില്ലേ. എടുത്ത് കുറച്ച് എന്റെ ഒരു കൊല്ലം 1.5 കൊല്ലത്തെ അടുത്തുണ്ടായിരുന്നു. കുറച്ച് 1-2 കൊല്ലം, 1 കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞു. അതുപോലെ വണ്ടി പിന്നെ ഓടിക്കാണ്ടൊക്കെ കിടന്ന് നശിപ്പിക്കേണ്ട സാഹചര്യമാണ് ഞാൻ പിന്നെ കൊടുത്ത് അവസാനിപ്പിച്ചത്. എനിക്കപ്പോ കൊറേ പണി ഉണ്ടായിരുന്നു മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. മെയിൻ്റെനൻസ് ഒക്കെ നമ്മളെ പണിയല്ല. ഇപ്പൊ അതിന് മാത്രം വലിയ പണികളൊന്നും ഇല്ല, നമുക്ക് തന്നെ ചെയ്യാന്നുള്ളൂ. നോക്കി കഴിഞ്ഞാൽ ചെയ്യാൻ കംപ്ലൈൻസേ ഉള്ളൂ. പിന്നെ അന്നത്തെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പോയി പഠിച്ചു വരുന്ന സമയമൊക്കെയായിരുന്നു. എടുക്കാൻ പറ്റാണ്ടായി, ടൈമും വർക്കിന്റെ ഇതും അങ്ങനെയൊക്കെ ആയിട്ട് സമയം കിട്ടാണ്ടായി എടുക്കാനൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ. അപ്പോ ഇതൊക്കെയാണ് ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ. ഒരുപാട് അങ്ങോട്ട് പറഞ്ഞ് വലിച്ച് നമ്മള് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ടില്ല. വണ്ടിയുടെ മൊത്തത്തില് പുറത്തുനിന്ന് എല്ലാ ആംഗിളിൽ നിന്നുള്ളൊരു വ്യൂവും അതുപോലെ ഇന്ത്യയിലൊക്കെ ജസ്റ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരോടും ആദ്യമേ ഒരു സോറി പറയണം. എന്തുകൊണ്ട് ഈ വോയിസ് ഓവർ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റത്തെ ഒരു ഔട്ടറും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ആ സമയത്ത് മൈക്കിൽ ഓൾറെഡി ഇത് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ ആ ഒരു ഷോട്ട് മൈക്ക് എന്താ പറയുക വർക്ക് ആവാണ്ടാണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഈ ഒരു ലാസ്റ്റത്തെ ഒരു ഔട്ടർ വീഡിയോയിൽ നമ്മൾ ഈ വോയിസ് ഓവർ ചെയ്യണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ പറയണത്, നമ്മൾ എല്ലാ യൂസർ റിവ്യൂ വീഡിയോ ചെയ്യുമ്പോഴും നമ്മുടെ വണ്ടിയുടെ എല്ലാ രീതിയിലുള്ള എല്ലാ ആംഗിളും കാണിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട്. എല്ലാവരും കണ്ടിട്ടുള്ള വണ്ടി തന്നെയാണ്, എന്നാലും നമ്മുടെ വീഡിയോയിൽ നമ്മളെല്ലാ ആംഗിളും സൈഡിൽ നിന്നുള്ള വ്യൂ ആണെങ്കിലും ശരി, അതുപോലെ ഫ്രണ്ട് വ്യൂ ആണെങ്കിലും ശരി, അതുപോലെ ബാക്ക് വ്യൂ ആണെങ്കിലും അതുപോലെ എഞ്ചിൻ ബാക്ക് ആണെങ്കിലും നമ്മളെല്ലാം കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതുപോലെ ആ സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വണ്ടി നമ്മൾ സെൻ കാർബറേറ്റർ ടൈപ്പ് വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ മാക്സിമം നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും അതുപോലെ അവൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, അവൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. ഈ വണ്ടിയുടെ ഇന്ത്യയിലും കാര്യങ്ങളൊന്നും ഒരുപാട് ചേഞ്ചസ് ഒന്നും ഈ വണ്ടിയിൽ വരുത്തിയിട്ടൊന്നുമില്ല. സ്റ്റിൽ ഇപ്പോഴും സ്റ്റോക്ക് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ്. അതുപോലെ ഇന്റീരിയർ ആണെങ്കിലും ശരി എക്സ്റ്റീരിയർ ആണെങ്കിലും ശരി ഒരുപാട് ചേഞ്ചസ് ഒന്നും വണ്ടി വരുത്തിയിട്ടില്ല. ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയും കൂടിയാണ്. വർക്ക് പർപ്പസിന് വേണ്ടിയിട്ട് ഡെയിലി വർക്കിനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് ഇതൊരു കാർബറേറ്റർ ടൈപ്പ് വണ്ടി കൂടിയാണ്. എന്നിട്ടാണ് ഈ വണ്ടി ഇതുപോലെ കൊണ്ട് നടക്കുന്നത്. ഒരു മിസ്സിങ്ങോ അങ്ങനത്തെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും തന്നെ ഈ വണ്ടിയിലില്ല.
അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റായിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ എഞ്ചിൻ ബേയും കാര്യങ്ങളും കാണിച്ചു തരാം. അധികം വർക്കും കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ വർക്കുകളുണ്ടാവും. നമുക്ക് എന്തായാലും ഇത്ര പഴക്കമുള്ള വണ്ടി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലാണ്ട് ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ ബേ വരുന്നത്. അത്ര നീറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എഞ്ചിൻ ബേ. കാർബൺ ടൈപ്പ് വണ്ടിയാണ് കേട്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലെ വീഡിയോ വരുന്നതാണ് ചാനലിൽ.